നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കോൾ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഏത് ഫണ്ടിലാണ് ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഓൾറെഡി ഇന്ന ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ആ ഫണ്ടുകളൊക്കെ ഇപ്പോൾ പെർഫോമിങ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ആ പെർഫോമൻസ് ഇല്ലാത്ത ഫണ്ടുകൾ വിഡ്രോ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ സമയത്ത് പണം അവിടെ വെക്കുന്നത് സുരക്ഷിതമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാശുകാരനാവാനും ദരിദ്രനാവാനും പല കാരണങ്ങൾ ഉണ്ടാവുമെന്ന് വരാം. ഇവിടെ മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാശുകാരനാക്കാനുള്ള ആ ഒരു മാജിക്കിന്റെ പേരാണ് മാർക്കറ്റ് ഫോൾസ്. അതായത് മാർക്കറ്റ് താഴേക്ക് വീഴുമ്പോൾ അതിനെ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് കാണുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ആ സമയത്ത് ഈ ഒരു മാർക്കറ്റ് ഫോൾസിനെ ഡൗട്ട്ഫുള്ളായി ചിന്തിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് കാണുന്നത് വലിയൊരു തടസ്സമായിട്ടാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം നിങ്ങൾ അതിനെ കാണുക. മാർക്കറ്റിൽ ഈ സമയത്ത് കയ്യിൽ കാശുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശിനെ നമുക്ക് വലിയ രീതിയിൽ വളർത്താൻ പറ്റുന്ന സാഹചര്യമാണ്. കൊറോണ നമ്മൾ കണ്ടതാണ്. കോവിഡ് സമയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ 4-5 ഇരട്ടിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 4-5 വർഷം കൊണ്ട് കിട്ടിയ ഗ്രോത്ത് എന്ന് പറയുന്നത്. മാർക്കറ്റ് മോശമാകുമ്പോൾ അത് വലിയൊരു സാധ്യതയുടെ തുടക്കമാണ് എന്ന് കണ്ടുകൊണ്ട് ആ ഒരു സമയത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് നാളെ നിങ്ങളുടെ ഗ്രോത്ത് നിർണ്ണയിക്കുന്നുണ്ടാവുക. നിങ്ങൾ വലിയ വലിയ മാർക്കറ്റ് പ്ലേയേഴ്സിനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയമാണ്. എല്ലാവരും ചെറിയ വിലക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാണ്. ചെറിയ വിലക്ക് നിങ്ങൾക്ക് സാധനം കിട്ടുമ്പോൾ നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വില കയറാൻ വേണ്ടി കാത്തു നിന്ന് ആ സമയത്ത് നിങ്ങൾ വിൽക്കും. ചീഞ്ഞു പോകുന്ന സാധനങ്ങൾ, പെരിഷബിൾ പ്രൊഡക്റ്റ് അല്ല ഷെയറുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള പ്രൊഡക്റ്റുകളൊന്നും തന്നെ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. ഒരിക്കലും അത് ഇന്ന കാലത്തിന് ശേഷം അത് ഇല്ലാതായി പോകുന്ന ഒരു പ്രക്രിയ അല്ല അവിടെ നടക്കണേ. സോ ഏറ്റവും നന്നായി തീരുമാനം എടുക്കുക. ഈ സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കി തന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരെയും ഈ മാർക്കറ്റ് സഹായിക്കുന്നതാണ്.